blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, എറണാകുളത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ഡിസംബർ മാസത്തിൽ നടക്കുന്നല്ലോ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആയുസ്സിനെ അനുഗ്രഹിക്കണമേ, ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിലുള്ള എല്ലാവരും യേശു കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വെൽവിഷർക്കും തൻ്റെ ഹസ്ബൻഡിനും നല്ല ആരോഗ്യം നൽകണമേ, മറ്റെല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ഡിസംബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടൂർ ഡിസംബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Isaiah 14 verse number 12 through 15. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. This is also speaking about how the cherub Lucifer was converted into the devil or Satan. ഇതും എങ്ങനെയാണ് കെരൂബായിരുന്ന ലൂസിഫർ അഥവാ സാത്താൻ ഒരു 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 ലൂസിഫറായിട്ട് മാറ്റപ്പെട്ടത് എന്നതിനെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. Verse number 12, how you have fallen from heaven, morning star, son of the dawn, you have been cast down to the earth, you who once laid low the nations. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജനതകളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. If you study the context, the prophet is speaking about some earthly kings, but it is a prophetic language, so we can understand that this is not just a king, a human king, but is speaking about how Lucifer became devil. ഇത് ഒരു പ്രവചന പുസ്തകമാണ്. യേശു കർത്താവിനെ കുറിച്ചുള്ള മശിഹാ ചരിത്രത്തെക്കുറിച്ചൊക്കെ പ്രവചിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ്. ഇവിടെ എങ്ങനെയാണ് സാത്താൻ വീഴ്ത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ പ്രവചനാത്മാവിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് വീണ്ടും ആത്മാവിൽ നിന്നുകൊണ്ട് യെശയ്യാവ് എഴുതുന്നതായിട്ട് നമുക്ക് കാണാം. How many of you are listening to me? നിങ്ങളിൽ എത്ര പേർ എൻ്റെ കൂടെയുണ്ട്? Shout a big hallelujah. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. One more hallelujah. എത്ര പേർ? So it says you have fallen from heaven. ഇവിടെ പറയുന്നു നീ ആകാശത്തു നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്ക് വീണു. And you were cast down to the earth. എന്ന് മാത്രമല്ല നീ ഭൂമിയിലേക്ക് താഴ്ത്തി കളയപ്പെട്ടു. Verse 13, you said in your heart, I will ascend to the heavens, I will raise my throne above the stars of God, I will sit enthroned on the mount of assembly, on the utmost heights of Mount Zaphon.
അവിടെ നാം കാണുന്നു 13-ാമത്തെ വചനം, നീ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. I will ascend above the tops of the clouds. I will make myself like the Most High. 14-ാമത്തെ വചനം, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. Here we can see 5 I will statements of Satan. ഇവിടെ സാത്താന്റെ 5 ഞാൻ എന്നുള്ള പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. In the Gospel of John, we read about 7 I am statements of Christ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് യേശു കർത്താവിന്റെ ഞാനാകുന്നു എന്ന് പറയുന്ന 7 പ്രസ്താവനകൾ കാണാൻ സാധിക്കും. Jesus said, I am the life, I am the truth, I am the way, I am the vine, I am the bread of life, I am the door, etc. etc. യേശു കർത്താവ് ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ 7 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Jesus never said I will. ഒരിക്കലും യേശു കർത്താവ് ഞാൻ ആകുമെന്നല്ല, പകരം ഞാൻ ആകുന്നു എന്നായിരുന്നു. The I am that I am is the existing eternal God. ഓർക്കുക, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നവൻ അവൻ നിത്യനായ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. He is, and he is not going to become something, but he already is. ഓർക്കുക, അവൻ ആകുന്നു എന്ന് പറയുമ്പോൾ അവൻ ആകാൻ പോകുന്നവനല്ല, ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞവനാണ്. അതുകൊണ്ടാണ് അവന് ഞാൻ ആകുന്നു എന്ന് പ്രസ്താവിക്കാൻ സാധിച്ചിരിക്കുന്നത്. Satan cannot say that. സാത്താൻ ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല. I will become like this, I will become like this. These are all his whims and fancies and just desires. ഓർക്കുക, എന്നാൽ സാത്താനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലെ ആകും, ഞാൻ ഇതുപോലെ മാറും, ഞാൻ ഇങ്ങനെ ആയിത്തീരും, ഇതൊക്കെ അവന്റെ ആഗ്രഹങ്ങളായിട്ട് അവന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. But the moment that pride entered his heart, he was cast out from heaven. ഓർക്കുക, അവന്റെ ഹൃദയത്തിൽ നിഗളം കയറിയ ആ നിമിഷം അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. That's what verse number 15 says, but he was brought down to the realm of the dead, to the depths of the pit. അതുകൊണ്ടാണ് 15-ാമത്തെ വചനത്തിൽ എന്നാൽ നീ പാതാളത്തിലേക്ക് അഗാധമായ കുഴിയിലേക്ക് താഴ്ത്തപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. Somebody say hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? Now in Philippians chapter 2 verse number 6 onwards, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം മുതൽ നോക്കിയാൽ we can see that Jesus came down from third heaven to redeem us. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു കർത്താവ് 3-ാം സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നതായിട്ട്. He came 7 steps down. 7 പടികളിലൂടെയാണ് അവൻ താഴേക്ക് ഇറങ്ങി വന്നത്. He humbled himself. അവൻ തന്നെ തന്നെ താഴ്ത്തി. He was found in the form of a man. ഒരു മനുഷ്യ രൂപത്തിലേക്ക് അവൻ ആക്കപ്പെട്ടു. He had taken away the form of God. ദൈവത്തിന്റെ രൂപത്തെ അവൻ വേണ്ടെന്ന് വെച്ചു. He humbled himself until he was crucified on the cross of Calvary. കാൽവരി ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തിയതായി നാം വായിക്കുന്നു. And then the Bible says he was taken back to the highest position. എന്നിട്ട് അവിടെ ബൈബിളിൽ പറയുന്നു, ദൈവം അവനെ ഏറ്റവും ഉയർന്ന ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. But Satan wanted to climb higher. എന്നാൽ സാത്താന്റെ കാര്യം നോക്കൂ, അവൻ ഉന്നതത്തിലേക്ക് കയറുവാനാണ് ആഗ്രഹിച്ചത്. But he was cast down. എന്നാൽ അവിടെ നിന്ന് അവൻ വെട്ടേറ്റ് താഴെ വീണു. And he came down and down and down until he reached the nether world. അവൻ താഴേക്ക് 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 തള്ളപ്പെട്ടവനായി ഒടുവിൽ പാതാളം വരെ വീഴത്തക്ക വിധത്തിൽ അവൻ തള്ളപ്പെട്ടു. So you can see the difference, the contrast between Christ and Lucifer. നിങ്ങൾക്ക് ഇവിടെ യേശു കർത്താവും അതുപോലെ തന്നെ സാത്താനും തമ്മിലുള്ള വിരോധാഭാസമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. So these are valuable lessons that you have to learn about your enemy, and this knowledge and wisdom you have to hand over to the next generations. അതുകൊണ്ട് ഈ അടുത്തൊരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടത്തക്ക വിധത്തിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ശത്രുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകളും ധാരണകളും ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. So I'm going to talk about 4 stages of Satan's life. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സാത്താന്റെ ജീവിതത്തെക്കുറിച്ചുള്ള 4 ഘട്ടങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ Write down പോകുകയാണ്. number 1. ഒന്നാമത്തെ കാര്യം എഴുതുക. First stage, created in perfection. ഒന്നാമത്തെ അവന്റെ ജീവിതഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണതയിലുള്ള അവന്റെ സൃഷ്ടി. Ezekiel 28 verse number 11. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. Number 2. രണ്ടാമത്തെ കാര്യം, corrupted through pride. അഹങ്കാരത്താൽ മലിനമാക്കപ്പെട്ടു. 2 Corinthians chapter 11
14 and 15. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14-15. Third stage, മൂന്നാമത്തെ ഘട്ടം, he continues with power. അധികാരത്തിൽ അവൻ തുടരുന്നു. Hebrews 2:14. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. Fourth stage, 4-ാമത്തെ ഘട്ടം, condemned to perdition. നിത്യനാശത്തിനായിട്ടുള്ള ശിക്ഷ വിധിക്കപ്പെട്ടത്. Revelation 17 verse number 8. വെളിപ്പാട് പുസ്തകം 17:8. So you have the big picture of Satan's life now. ഇപ്പോൾ സാത്താന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണും. So in which stage is he living now? ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ സാത്താൻ ജീവിക്കുന്നത് പറയാമോ? 1 2 3 4. 1 2 3 ഏത് സ്റ്റേജിലാണ്? How many of you say that third stage? മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ സാത്താൻ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ കൈ ഒന്ന് കാണട്ടെ. 100 marks. 100 മാർക്ക്. He is now continuing with his power. ഇപ്പോൾ അവന്റെ ശക്തിയിൽ അവൻ തുടരുകയാണ്. But we all know that he is condemned to perdition. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, നിത്യമായ ഒരു നാശത്തിന് വേണ്ടിയുള്ള ഒരു ശിക്ഷാവിധി അവനുണ്ട്. You want details? നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിവരങ്ങൾ go to your Bible, Revelation 17, 18, 19, 20, 21, all these chapters, up to 20th chapter, details are given how he will be punished eternally. എങ്ങനെയാണ് സാത്താൻ നിത്യമായ ഒരു നാശത്തിലേക്ക്, ശിക്ഷാവിധിയിലേക്ക് അകപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 17, 18, 19, 20 വരെയുള്ള അധ്യായങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും. No brother, I will not read വെളിപ്പാട്. അയ്യോ ബ്രദറെ, ഞാൻ വെളിപ്പാട് പുസ്തകം മാത്രം തുറക്കില്ല. Because whenever I read വെളിപ്പാട്, my knees fellowship with each other. എപ്പോഴൊക്കെ വെളിപ്പാട് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ മുട്ട് വിറച്ചിട്ടുണ്ട്. Don't be afraid. It's not talking about you. ഒരിക്കലും പേടിക്കേണ്ട, അത് നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. You are safe. നിങ്ങൾ സുരക്ഷിതരാണ്. Hallelujah. Hallelujah. Whatever happens here or in the netherworld or Africa or Antarctica, nothing to be afraid of. You are safe in the hands of God. ഓർക്കുക, Your life is insured eternally. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് ഭൂമിയിൽ നടക്കുന്നത്, പാതാളത്തിൽ നടക്കുന്നത്, അന്ത്യകാലത്ത് നടക്കുന്നത്, ആഫ്രിക്കയിൽ നടക്കുന്നത്, അന്റാർട്ടിക്കയിൽ നടക്കാൻ പോകുന്നത്, ഇതൊക്കെ കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിൽ സുരക്ഷിതരായി കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. Hallelujah. Now, if you study the Bible, you can pick up at least 23 names and titles of Satan. സാത്താന്റെ കുറിച്ചുള്ള 23 പേരുകൾ കുറഞ്ഞ പക്ഷം ബൈബിളിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കും. There are different titles given. വ്യത്യസ്തമായ പേരുകൾ. But I'm going to classify the whole collection into 4 categories. എന്നാൽ ഈ ഇത്രത്തോളമുള്ള പേരുകളെല്ലാം കൂടെ, ഈ സ്വഭാവ സവിശേഷതകളെല്ലാം കൂടെ 4 കാറ്റഗറിയിലേക്ക് തിരിക്കുവാനായി, തരം തിരിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. Are you ready? നിങ്ങൾ തയ്യാറാണോ? Get ready. Number 1. തയ്യാറെങ്കിൽ ഒന്നാമത്തെ കാര്യം. First category, background. ഒന്നാമത്തെ കാറ്റഗറി എഴുതുക, പശ്ചാത്തലം. There are some names of Satan or titles of Satan speaking about his background. ചില സാത്താന്റെ ചില പേരുകൾ, ചില സ്ഥാനപ്പേരുകൾ, അത് സാത്താന്റെ ചില പശ്ചാത്തലങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കാര്യമാണ്. For example, adversary. ഉദാഹരണമായിട്ട് എതിരാളി, son of the dawn, അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ പുത്രൻ, the god of this age, ഈ ലോകത്തിന്റെ ദൈവം, prince of this world, ഈ ലോകത്തിന്റെ രാജകുമാരൻ. So all these are talking about his background. ഇതൊക്കെ അവന്റെ പഴയ കാല ചരിത്രത്തെയാണ് കാണിക്കുന്നത്. Number 2, looks. രണ്ടാമതായിട്ട് അവന്റെ ബാഹ്യരൂപം. For example, dragon, ഉദാഹരണമായിട്ട് പാമ്പ്, serpent, സർപ്പം, beast, മൃഗം, Beelzebub, ബെൽസബൂൽ, impostor in the form of an angel, വെളിച്ചദൂതന്റെ രൂപത്തോടുകൂടെ വരുന്നത്, roaring lion, അലറുന്ന സിംഹം. These are all talking about his appearance. ഇതൊക്കെ അവന്റെ ബാഹ്യരൂപത്തെക്കുറിച്ച്, അവന്റെ കാഴ്ചയെ, ഒറ്റയടിക്കുള്ള കാഴ്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. Number 3. മൂന്നാമത്തെ കാര്യം, there are a collection of names which speaks about his characteristics. അവന്റെ ഈ സ്വഭാവ സവിശേഷതകളെ കാണിക്കുന്നവയാണ്. For example, liar,
ഉദാഹരണമായിട്ട് നുണയൻ, evil one, ദുഷ്ടൻ, ruler, അധികാരി, the wicked one, ദുഷ്ടൻ, the deceiver. ചതിയൻ. So these are all talking about his characteristics. ഇതൊക്കെ അവന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പേരുകളാണ്. The fourth one, activities. നാലാമത്തെ കാര്യം എന്നുള്ളത് പ്രവർത്തനങ്ങൾ. Activities. Names are the destroyer, അതിനകത്ത് ഒന്നാമത്തെ പേര് പറയുമ്പോൾ നശിപ്പിക്കുന്നവൻ, the murderer, അല്ലെങ്കിൽ കുലപാതകൻ, the thief, കള്ളൻ, the accuser, അപവാദം പറയുന്നവൻ, the tempter. അല്ലെങ്കിൽ പ്രലോഭകൻ. So there are all the names of Satan, titles of Satan can be classified into 4 categories. Number 1, background. Number 2, looks. Number 3, characteristics. Number 4, activities. അങ്ങനെ സാത്താന്റെ എല്ലാ പേരുകളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ എല്ലാത്തിനെയും കൂടെ 4 വിഭാഗങ്ങളിലേക്കായിട്ട് നമുക്ക് തരംതിരിക്കാനായി സാധിക്കും. അതിൽ 1 അവൻ്റെ പശ്ചാത്തലം അനുസരിച്ചിട്ടുള്ള പേരുകൾ, 2 അവൻ്റെ ബാഹ്യരൂപം അനുസരിച്ചിട്ടുള്ള പേരുകൾ, 3 അവൻ്റെ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചിട്ടുള്ള പേരുകൾ, 4 അവൻ്റെ പ്രവർത്തന മേഖലകൾ അനുസരിച്ചിട്ടുള്ള പേരുകൾ. Now, one Sunday, I told you where Satan lives. ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങളോട് എവിടെയാണ് സാത്താൻ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. Where does Satan live? എവിടെയാണ് സാത്താൻ ഇപ്പോൾ താമസിക്കുന്നതെന്ന്, ഏത് അഡ്രസ്സാണുള്ളത്? ഇരുളിലാണെന്ന്. You get 100 marks. Great. Satan lives in darkness. സാത്താൻ ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്. But at the same time, his headquarters is in the heavenlies. എന്നാൽ അപ്പോൾ തന്നെ അവന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വർഗീയ തലമാണ്. Hallelujah. ഹല്ലേലൂയ. According to the Bible, there are 3 heavens. ബൈബിൾ അടിസ്ഥാനത്തിൽ 3 സ്വർഗങ്ങളാണുള്ളത്. According to Greek mythology, there are 7 heavens. ഗ്രീക്കുകാരുടെ ധാരണയനുസരിച്ച് ഏതാണ്ട് 7 സ്വർഗങ്ങളാണുള്ളത്. But the Bible does not say about that. എന്നാൽ ബൈബിൾ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. The Bible says there are 3 heavens. ബൈബിൾ പഠിപ്പിക്കുന്നത് 3 സ്വർഗങ്ങളുണ്ടെന്നാണ്. How do you know that? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? Genesis 1:1. ഉൽപ്പത്തി പുസ്തകം 1:1. In the beginning, God created the heavens and the earth. ഇംഗ്ലീഷ് ഭാഷ അനുസരിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വചനം അനുസരിച്ച് ആദിയിൽ ദൈവം ആകാശങ്ങളെയും, അതായത് സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. So the Hebrew word used there is Shemayim. എബ്രായ വാക്ക് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഷെമായീം എന്നാണ്. Shemayim is plural. ഷെമായീം എന്ന് പറയുന്നത് അത് ബഹുവചനമാണ്. In the beginning, God created the heavens and the earth. അതുകൊണ്ട് ആദിയിൽ ദൈവം ആകാശങ്ങളെയും സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ഡിസംബർ 13, 14, 15 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484 422 101. ഈ അങ്കിളിൻ്റെ കാലിൽ 2002 മുതൽ തൻ്റെ കാലിൻ്റെ പാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗത്ത് ചൊറിഞ്ഞ് പൊട്ടുവാൻ തുടങ്ങി. താൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സോറിയാസിസിൻ്റെ വേറൊരു രൂപമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. മാത്രമല്ല താൻ 2-3 ഡോക്ടർമാരുടെ അടുക്കൽ താൻ ചികിത്സയ്ക്കായി കടന്നുപോയി. 2002 മുതൽ ഏകദേശം 14 വർഷം അതിനുവേണ്ടി താൻ ചികിത്സിച്ചുകൊണ്ടിരുന്നു. 14 വർഷം ചികിത്സിച്ചു. 14 വർഷം ഇത് അനുഭവിച്ചു. അതെ, 14 വർഷം. നീണ്ട 14 വർഷം താൻ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അത് ചൊറിഞ്ഞ് പൊട്ടുക മാത്രമല്ല ചെയ്ത് അവിടെ ശക്തിയേറിയ വേദനയും
കാലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റി നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലെല്ലാം പങ്കെടുക്കുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഇങ്ങനെ പറഞ്ഞു 2 വർഷം മുൻപ് താൻ ഒരു പ്രേയർ ഡയറി വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റി ഒരു ദിവസം 2016 ജൂലൈ മാസം 24-ാം തീയതി ആ പ്രേയർ ഡയറി എടുത്തു. എന്നിട്ട് ആൻറ്റി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് തൻ്റെ ചാച്ചൻ്റെ കാലിൻ്റെ മുറിവ് ഉണങ്ങണം എന്നതിൽ വ്യക്തമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം 24-ാം തീയതി പ്രാർത്ഥിച്ചു. 25-ാം തീയതി ഇവർ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വേറൊരു സാക്ഷ്യം കാണാനിടയായി. അതെ, ഇതുപോലെ തന്നെ ഒരു കാലിൻ്റെ ചൊറിച്ചിൽ, ശരീരത്തിൻ്റെ ചൊറിച്ചിൽ മാറിയ ഒരു അത്ഭുത സാക്ഷ്യം ഇവർ കാണാനിടയായി. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷ്യം കാണുമ്പോൾ വേറെ ചിലർ സൗഖ്യമാകും. ഒരു സാക്ഷ്യം നമ്മുടെ അകത്ത് വിശ്വാസം ഉളവാക്കുമെങ്കിൽ ഇതിങ്ങനെ പകർച്ചവ്യാധി പോലെ തുടർന്നുകൊണ്ടിരിക്കും. സംഭവിച്ചത് പറയും. തുടർന്ന് അവർ പ്രാർത്ഥിച്ചു. 25-ാം തീയതി അത് കണ്ട് അവർ പ്രാർത്ഥിച്ചു. 26-ാം തീയതി താൻ കാല് നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, തൻ്റെ കാലിൽ അങ്ങനെ ഒരു മുറിവില്ല. യേശു അത് സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. അതിൻ്റെ പാടുകൾ നമുക്ക് കാലുകൾ നോക്കിയാൽ നമുക്ക് കാണാം, വ്യക്തമായി നമുക്ക് കാണാം. അതിൻ്റെ പാടുകൾ അവിടെ ഉണ്ട്. 2 കാലിലും ആ പാടുകളുണ്ട്. എന്നാൽ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് അങ്കിൾ പറയും. ആ ഭാഗത്ത് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഭാഗത്ത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും അതവിടെ ഇല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. ചില വീടുകളിൽ എത്ര ശ്രമിച്ചാലും ഗതി കിട്ടാതെ, ഒന്നിലും ഒരു വിടുതലില്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന പല കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശു ഒരിക്കലും ആ വീട്ടിലേക്ക് കാൽ ചവിട്ടി വിടുതൽ തുടങ്ങിയാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാലപ്പടക്കം പോലെ തുടർച്ചയായി അതിൻ്റെ പുറകെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. ഈ കുടുംബത്തിൽ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കുമായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. വിശ്വാസം കുറവായിരുന്നൊരു വ്യക്തിക്ക് വിശ്വാസം കൊടുത്തു, അത്ഭുതം ചെയ്ത് രോഗം സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ കർത്താവേ, ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ടാകട്ടെ. ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. ജീസസ് നെയിം. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ന്യൂ ഇയർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. ഡിസംബർ 31 ശനിയാഴ്ച രാത്രി 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ഡിസംബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടൂർ ഡിസംബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ അങ്ങയുടെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ പ്രത്യേകിച്ച് അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഭക്ഷണം കഴിക്കുവാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തി, എന്തോ ഈ ഭാഗത്തുള്ള മസിലുകളിലോ എന്തിലോ തകരാറ് സംഭവിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സം മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. മറ്റൊരു വ്യക്തി ശരീരത്തിൽ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വലിയ കുരുക്കൾ പോലെ വന്ന് പൊട്ടുകയും അത് തുടർച്ചയായി ഒന്നിന് പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി, പൂർണ്ണമായും ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഇടയ്ക്ക് തലചുറ്റി വീഴുന്നൊരു വ്യക്തി, ഫെയിൻറ്റ് ചെയ്യുന്നു, ബ്ലാക്ക് ഔട്ടായി പോകും, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഒരു ഡെലിവറിക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടായി, അതിനുശേഷം ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുക. അങ്ങനെയുള്ളവർക്ക് വിശ്വസിക്കുക, ഇപ്പോൾ സ്വീകരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു.
ജീസസ് നെയിം. പൈൽസ് രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് സൗഖ്യമാകട്ടെ. ഗ്ലോക്കോമ യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളിലുള്ള ആ രോഗം സൗഖ്യമാകട്ടെ. പലരുടെയും കണ്ണുകളുടെ കാഴ്ച കർത്താവ് തിരികെ നൽകുന്നു. ഇൻ ജീസസ് നെയിം. ഈ സമയത്ത് കൈകൾ നീട്ടി ഒരു വലിയ സൗഖ്യമോ വിടുതലോ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സ്വീകരിക്കാം. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവേ, നിൻ്റെ കരം നീട്ടി ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ അയക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, ജീവിതത്തിൽ നേരിടുന്ന ഏത് തടസ്സത്തെയും അതിജീവിച്ച് എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടത് എന്ന് 12 അധ്യായങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. കൂടാതെ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. നാളെ നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഇതേ സമയത്ത് ഇതേ ചാനലിൽ. ഗോഡ് ബ്ലെസ് യു.